ഗൃഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 19/1/1971 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ചിത്തിരയാണ് നക്ഷത്രം. ചിത്തിര 3-ാം പാദം. മിഥുന ലഗ്നം. ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം 7-ൽ നിൽക്കുന്നു. 2 ശൂന്യം, 3-ൽ കേതു, 4 ശൂന്യം, 5-ൽ ചന്ദ്രൻ, 6-ൽ ശുക്രൻ, കുജൻ, ഗുരു അഥവാ വ്യാഴം, 7-ൽ ബുധൻ, 8-ൽ സൂര്യൻ, 9-ൽ രാഹു, 10 ശൂന്യം, 11-ൽ ശനി, 12-ൽ ഗുളികൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഒരേ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം വിളിച്ചിരുന്നത്. ഈ അടുത്ത സമയത്തായിട്ട് വിവാഹ സംബന്ധമായിട്ട് ഭാര്യയിൽ നിന്നും ഒരകൽച്ച അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഭാര്യയുമായി അദ്ദേഹത്തിന് അല്പം മനപ്രയാസമുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണത്? ഇദ്ദേഹത്തിന് ഈ ഗ്രഹനിലയിൽ തന്നെ കൃത്യമായിട്ട് അതിനുള്ളൊരു ഉത്തരമുണ്ട്. ഇദ്ദേഹം മിഥുന ലഗ്നമാണ്. ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ബുധനാണ്. വിവാഹ സ്ഥാനത്ത് നിൽക്കുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നത്തിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട്. അതായത് ഗുളികൻ നിൽക്കുന്ന രാശിയിൽ നിന്നും 2-ലേക്കും 12-ലേക്കും ദൃഷ്ടിയുണ്ട്. അപ്പോൾ ലഗ്നത്തിലേക്കുള്ള ദൃഷ്ടി ബുധൻ്റെ ക്ഷേത്രത്തിലേക്ക്. ആ ബുധനാണ് 7-ൽ വിവാഹ സ്ഥാനത്ത് നിൽക്കുന്നത്. 7-ൻ്റെ അധിപനാവട്ടെ ശുക്രനോടൊപ്പവും കുജനോടൊപ്പവും 6-ൽ നിൽക്കുന്നു. ലഗ്നത്തിലേക്കുള്ള ഗുളികൻ്റെ ദൃഷ്ടി പ്രശ്നം തന്നെയാണ്. ബുദ്ധിമുട്ടുകളെ ഉണ്ടാക്കും. ആ വ്യക്തിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ശാരീരികമോ മാനസികമായിട്ടുള്ള മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഇത്തരം ആളുകൾക്ക് പൊതുവെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ ശരീരത്തിൽ മുറിവുകളോ ചതവുകളോ സർജറി ചെയ്ത പാടുകളോ അംഗങ്ങൾക്ക് ഭംഗം, അതായത് അംഗവൈകല്യമൊക്കെ വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അദ്ദേഹത്തിൻ്റെ കൈകളിലെ ഒരു വിരലിന് സാരമായിട്ടുള്ള അംഗവൈകല്യം സംഭവിച്ചിട്ടുമുണ്ട് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്. അത് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ലഗ്നത്തിലേക്കുള്ള ഗുളികൻ്റെ ദൃഷ്ടി. അതുപോലെ തന്നെ 2, 6-ലെ കുജൻ. കുജൻ്റെ ക്ഷേത്രത്തിലാണെങ്കിൽ പോലും 6 കുജനെ സംബന്ധിച്ച് അത്ര നല്ല ഒരു പൊസിഷനല്ല. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് 7-ൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ഗുരു കുജനോടൊപ്പം നിൽക്കുന്നു. അപ്പോൾ ആ ആളിന് അല്പസ്വല്പം ദേഷ്യം, അല്ലെങ്കിൽ അല്പസ്വല്പം കടുംപിടുത്തം, വാശി, ദുർവാശി, ഞാൻ പറഞ്ഞതാണ് വലുത് എന്ന് പറയുന്ന ഒരു സിസ്റ്റമൊക്കെ അദ്ദേഹം ഫോളോ ചെയ്യുന്ന ആളായിരിക്കാം. അത് തന്നെ ഒരു പ്രശ്നമാണ്. ഗുളികൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്ന ലഗ്നാധിപനാകട്ടെ 7-ൽ, അതും ഒരു നെഗറ്റീവാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ശനി ദശയാണ് നടക്കുന്നത്. ശനി ദശ. ശനി എവിടെ നിൽക്കുന്നു? 11-ൽ നിൽക്കുന്നു. കുജൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട്. ശനിയിലേക്കുള്ള ഗുളികൻ്റെ ദൃഷ്ടി ഒട്ടും നല്ലതല്ല. ആ സമയത്ത് അതേ ദശ വന്നു കഴിഞ്ഞാൽ ശനി ദശയുമായി ബന്ധപ്പെട്ടിട്ട് മോശം അനുഭവങ്ങളെ തന്നെ എല്ലാ രീതിയിലും ചിന്തിക്കണം. എല്ലാ രീതിയിലെന്ന് പറയുമ്പോൾ ജോലി സംബന്ധമായിട്ട്, വിവാഹ സംബന്ധമായിട്ട്, കുടുംബാന്തരീക്ഷം സംബന്ധമായിട്ട്, സൗഹൃദങ്ങൾ സംബന്ധമായിട്ട്, വ്യക്തിബന്ധങ്ങൾ സംബന്ധമായിട്ട് എല്ലാം തന്നെ മോശം അനുഭവങ്ങളെ ഗുളികൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്ന ശനിയെ കൊണ്ട് ചിന്തിക്കണം. അതല്ലായിരുന്നുവെങ്കിൽ 11-ലെ ശനി നല്ലത് തന്നെയാണ്. കുജൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു എന്നതൊഴിച്ചാൽ ആ ശനി നല്ലത് തന്നെയാണ്. പക്ഷേ ഗുളികൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്ന ശനി മോശമാണ്. അപ്പോൾ ആ സമയത്ത് മേൽ പറഞ്ഞ മോശം അനുഭവങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഉടലെടുക്കും, സഞ്ചരിക്കേണ്ടിയും വരും. അത് സംബന്ധമായിട്ട് മാനസികമായിട്ടുള്ള വിഷമങ്ങൾ അനുഭവിക്കേണ്ടിയും വരും. ഇതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. അത് ചെയ്യുന്ന മുറയ്ക്ക് ഈ പ്രശ്നങ്ങളുടെ തോത്, അല്ലെങ്കിൽ അതിൻ്റെ കാഠിന്യം കുറഞ്ഞു തന്നെ വരും. അതിൻ്റെ പേഴ്സൻറ്റേജിൽ ഗണ്യമായ കുറവ് സംഭവിക്കും. പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളിലേക്ക് അദ്ദേഹം എത്തും. പക്ഷേ അതിന് ചില കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ചെയ്തേ പറ്റുകയുള്ളൂ. അത് കൃത്യമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ 9-ലാണ് രാഹു നിൽക്കുന്നത്. 9-ലെ രാഹു, ഭാഗ്യസ്ഥാനത്തെ രാഹു ഭാഗ്യാനുഭവങ്ങൾക്ക് പൊതുവേ തടസ്സങ്ങൾ, കാലതാമസങ്ങൾ സൃഷ്ടിക്കും. രാഹുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് ഏതൊരു ഗ്രഹനിലയിലും 6, 7, 9, 12 ഭാവങ്ങളിലേക്കാണ്. അത് പ്രകാരം 1, 2, 3, 4, 5, 6 ധനസ്ഥാനത്തേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട്. 7 കേതുവിലേക്ക്
സ്വാഭാവിക ദൃഷ്ടിയുണ്ട് 9. മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ഗ്രഹം, 2ാം ഭാവത്തിൻ്റെയും കാരകനായിട്ടുള്ള ഗ്രഹം ചന്ദ്രനിലേക്ക് രാഹുവിന് ദൃഷ്ടിയുണ്ട്. നല്ലതല്ല. മാനസികമായിട്ടുള്ള വിഷമങ്ങൾ, ടെൻഷനുകൾ, ഉത്കണ്ഠ പോലെയുള്ള അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ പലപ്പോഴായി അനുഭവിക്കാനിട വരും. അത് എന്ത് സംബന്ധമായിട്ടുമാകാം. അതായത് ടെൻഷൻ എന്ന് പറയുമ്പോൾ ഇന്ന കാര്യത്തിലെന്നൊന്നുമില്ല, ഏത് കാര്യത്തിലും ആവാം. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകളൊക്കെ എടുത്തേ ഇദ്ദേഹം മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്ന് സാരം. ഇദ്ദേഹത്തിൻ്റെ ദശകളിലേക്ക് എടുക്കുന്ന സമയത്ത് ചൊവ്വ ദശയിലായിരുന്നു ജനനം. 1973 വരെ, 24/5/1973 വരെ ചൊവ്വ ദശയായിരുന്നു. അതിനുശേഷം രാഹു 91 വരെ, അതിനുശേഷം ഗുരു 2007 വരെ, അതിനുശേഷം ശനി 2026 മെയ് 24 വരെ, അതിനുശേഷം ബുധൻ 2043 വരെ, അതിനുശേഷം കേതു, ശുക്രൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത് ശനിയിൽ ഗുരു. ശനി ഗുളികൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്ന ശനി, അതിൻ്റെ ദശ നടക്കുന്നു. 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം കുജനോടൊപ്പം 6-ൽ നിൽക്കുന്നു. അപ്പോൾ ഈ സമയത്ത് വിവാഹ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഭാര്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ പാർട്ട്ണർ എന്ന് പറയുന്ന ആളിൽ നിന്നോ അല്പസ്വല്പം മോശ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് വേണ്ടുന്ന ഒരു 1-2 പരിഹാരങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യുക വഴി അതിൻ്റെ പേഴ്സൻറ്റേജിനെ കൃത്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കും. അത് വസ്തുത തന്നെയാണ്. ഇതാണ് ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.